السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أسرعوا بالجنازة فإن تك صالحة فخير تقدموها إليه وإن تكو سوى ذلك فشر تضعونها رقابكم. رواه ബുഖാരി വമുസ്ലിം വഅബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരാൾ മരണപ്പെട്ടാൽ അയാളോട് കാണിക്കാനുള്ള ബാധ്യത അയാളെ മാന്യമായ രൂപത്തിൽ സംസ്കരിക്കുകയും ശേഷം നിസ്കരിക്കുകയും ഖബറടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിങ്ങനെ അമ്മി കാറ്റത്തിട്ടതുപോലെ ആർക്കോ വേണ്ടി കട്ടിലുമ കിടക്കുന്നൊരു മയ്യത്തും ഏതോ ഒരാളെ കാത്തിരിക്കുന്ന കാലഘട്ടവും അതിനുവേണ്ടി കുറേ സമയം കെടുത്തുകളും അവിടെ മെച്ചാർക്കാന്ന് ചോദിച്ചാൽ കുറേ ഉസ്താക്കന്മാർക്ക് മെച്ചം കൊടുത്തു. വരണോ യാസീനോടും അതിൻ്റെയൊക്കെ ബുക്കിംഗ് ആണ്. ഞാനും ഇവിടെ ഉണ്ട് കേട്ടോള്ള സാന്നിധ്യം അറിയിക്കൽ. അതെന്താ? സംതിങ് അവനവൻ്റെ കീർത്തിയിലേക്ക് വരാൻ. അതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇസ്ലാമികമായി ഇല്ല. ഒരാൾ മരണപ്പെട്ടാൽ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അതെന്തുകൊണ്ടാണ് വൈകി പോകുന്നത്? മയ്യത്ത് ഖബറടക്കലും കുളിപ്പിക്കലും ഒക്കെ വൈകി പോകാനുള്ള കാരണം അത് പലപ്പോഴും അതിൻ്റെ എക്സ്പേർട്ടായ ആൾക്കാർ അവബോധമില്ലാത്ത ആളുകളായതുകൊണ്ടാണ്. അറിയാത്തവൻ ചെയ്യുമ്പോഴാണ് നീണ്ടുപോവുക. അറിയുന്നവരാണ് വളരെ പെട്ടെന്ന് തീരും. ഇനി മയ്യത്ത് കുളിപ്പിച്ചു പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണാം ഒരു ലേലം വിളി. ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരാനുണ്ടോ? ആര് വരാനുള്ളത്? വരുന്ന ആളുകൾ ഇന്നലെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് വന്നിട്ട് അത് ചെയ്തു തീർത്തു പോവാതല്ല. ഈ വിളി ചിലപ്പോൾ എന്താവും, മണിക്കൂറുകൾ നീളും. ആള് ഗൾഫിൽ നിന്ന് വരാനുണ്ടാവും, ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ന് 4 മണിക്ക് മരിച്ച ഒരാളുടെ മകനോ മകളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ടിക്കറ്റ് എടുത്ത് കിട്ടുന്ന നാളെ ഉച്ചക്കായിരിക്കും. ഈ ഒരു ദിവസം മാറുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും കാത്തു നിന്നോ വരാൻ വേണ്ടിയിട്ട്? റസൂലിനെ ആരെങ്കിലും കാത്തു നിന്നോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും കാത്തു നിന്നോ? ഇപ്പം തന്നെ പറഞ്ഞില്ലേ, പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു മഹദി അവർ മരണപ്പെട്ടു എന്നറിയുന്ന റസൂലിന്റെ ദിവസം കഴിഞ്ഞിട്ടാണ്. അതെന്താ മനസ്സിലാക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഒരാൾ അങ്ങനെ മരണപ്പെട്ടു, അയാൾക്ക് ആ നാട്ടിലുള്ള ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കി കൊടുക്കാൻ വളരെ പെട്ടെന്ന് നിർവഹിക്കാൻ നിർവഹിച്ചു. പക്ഷെ മകൻ വന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടോ 1/2 ദിവസം കഴിഞ്ഞിട്ടോ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എന്താ ചെയ്യുക? നേരെ ഭാര്യ വീട്ടിലേക്ക് പോകും. അതാണ് നമ്മുടെ നാട്ടിലെ പരിപാടി. ഉമ്മാന്റെ മരണം അല്ലെങ്കിൽ വാപ്പാന്റെ മരണത്തിന്റെ പേരും പറഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പരാ നാട്ടിൽ കാണൂല, മൂപ്പര് ഭാര്യ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആഘോഷിക്കലാണ്. അല്ലെങ്കിൽ കാറ്ററിംഗുകാരനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തപ്പോൾ ചെയ്ത പണി നമുക്ക് ചെയ്യാൻ പറ്റൂലേ? പറ്റണം. എന്താ റസൂലുള്ളാഹി ചെയ്തത്? എവിടെയാണ് അവരുടെ ഖബർ? എനിക്കൊന്ന് കാണിച്ചു തരൂ. നമ്മുടെ പള്ളിക്കാട്ടിൽ ഇപ്പോൾ എത്ര പതിറ്റാണ്ടുകളായി ഏതെങ്കിലും ഒന്ന് നമ്മൾ ഓർമ്മയിൽ ചിലതൊക്കെ ഉണ്ടാവും, അരയും മുറിയൊക്കെ. ഖബറടക്കം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ മകൻ വന്നത്, മകൻ നേരെ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നു. എന്തിനാ? ദയർക്കാൻ വേണ്ടിയിട്ട്. ദയർക്കലല്ല അവിടെ പ്രധാനപ്പെട്ടത്, ഉമ്മാക്ക് വേണ്ടി നിസ്കരിക്കല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് ഖബറിന്റെ അരികിൽ പോയി അവർക്ക് വേണ്ടി നിസ്കരിച്ചു. അവിടെ നിസ്കരിക്കുന്നതിന് വിലക്കൊന്നുമില്ല. പക്ഷേ ഖബർ മഖബറയായിട്ട് ജാറായിട്ട് മാറിയാൽ അവിടെ നിസ്കരിക്കാൻ പാടില്ല. അത് പരിഗണിക്കില്ല. ഏതും മഖബറയിൽ കണ്ടോടത്തൊക്കെ ഒരു കൈയും കിട്ടും. എന്നാൽ അത്യാവശ്യമുള്ള അതിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ ഒക്കെ കാത്തുനിന്ന് ആൾക്കാരെ വെറുപ്പിച്ച് ആ മയ്യത്തിന് വേണ്ടി ശപിച്ച് നിസ്കരിക്കുന്ന അവസ്ഥ ഒഴിവാക്കി. യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടത് ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെയാണ്. ഇല്ലെങ്കിലോ അത് പ്രവാചക കൽപ്പനയ്ക്കെതിരാണ്. ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് മകൻ വരുന്നു വിചാരിച്ച് കാത്തു നിന്നാൽ, ഉപ്പാനോടുള്ള സ്നേഹം കൊണ്ട് മകൻ വരുന്നു എന്ന് കാത്തു നിന്നാൽ അവിടെ ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാളൊക്കെ പ്രാധാന്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കുകളെ
കൽപ്പനകളെയാണ് ലംഘിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 1315 ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 944 ഹദീസ് നമ്പറായും ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി 3181 ഹദീസ് നമ്പറായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കുകയും. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത ആൾക്കാരെ, പരിചയമുള്ള ആൾക്കാരെ, കണ്ട ആൾക്കാരെ, അവിടെ മയ്യത്ത് ഇങ്ങനെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന പരിപാടി കണ്ടുള്ളൂ ഇല്ല, വളരെ വേഗതയിലാണ് പരിപാടികളൊക്കെ. അത് നമുക്കും അനുകരിക്കാവുന്ന ഒരു മാതൃക മാത്രമല്ല, പ്രവാചകന്റെ ചര്യയാണത്. എന്തിനാ? ഫഇൻ തകു സ്വാലിഹത്തുൻ ഫഖൈറുൽ തുഖദ്ദിമു ഇലൈഹാ, ആ മരിച്ച മയ്യത്ത് ഒരു സ്വാലിഹായ വ്യക്തിയാണ്. സ്വാലിഹത്ത് എന്നാണ് പറഞ്ഞത്, മയ്യത്ത് എന്ന് ജനാസത്ത് എന്നുള്ളതൊക്കെ ഒരു സ്ത്രീലിംഗം ആയതുകൊണ്ട് ശേഷം പറഞ്ഞത് സ്വാലിഹത്താക്കി പറഞ്ഞു. ആ മരിച്ച വ്യക്തി ഒരു സ്വാലിഹായ മനുഷ്യനോ വ്യക്തിയോ ആണെങ്കിൽ ആ ഖൈറ് നിങ്ങൾ തടഞ്ഞു വെക്കാതെ തുഖദ്ദിമു ഇലൈഹാ, അവിടെ പച്ചപ്പട്ട് വിരിച്ച സുഗന്ധങ്ങളുള്ള, പരിമളങ്ങളുള്ള, നല്ല സ്വാഗതം ഓതുന്ന അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ കാത്തു നിൽക്കുകയാണ്. അവർക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കിൻ. ആ ഉപ്പാനവിടെ കിടത്തരുത്, ആ ഉപ്പാനവിടെ കിടത്തരുത്, അതിന് തടസ്സമായിട്ട്. ഇത്ര ഗൗരവമുള്ള വിഷയം റസൂൽ പറഞ്ഞത്. നെഞ്ചത്തിനൊരു വേദന വന്നു, ശ്വാസം കിട്ടാനില്ല, ഇനി ആരെങ്കിലും മറ്റു കാത്തുപോകുമോ? കിട്ടിയ വണ്ടി എടുത്തോടൂലേ? എന്നാൽ ഇതിനേക്കാൾ ഗൗരവമാണ് മരണത്തിന് ശേഷമുള്ള മുഹൂർത്തം. ഇനി മറ്റൊന്നോ, ഇനി അതല്ലാത്ത ഒരുത്തനെ പടച്ചോന്റെ കൽപ്പനകൾക്ക് പച്ചക്ക് ലംഘിക്കുന്ന ഒരുത്തൻ പടച്ചോനെ പേടിയില്ല, പടപ്പോളെ പേടിയില്ല, അഹങ്കാരിയും പൊങ്ങച്ചക്കാരനും അതുപോലെ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്ന ശിർക്കും ബിദ്അത്തൊക്കെ ചെയ്ത ഒരാളാണ് എങ്കിൽ അയാൾ ഈ നേരത്തെ പറഞ്ഞ ആളല്ലല്ലോ. എങ്കിൽ നിങ്ങളുടെ പെരടിയിൽ അത് വെച്ചിരിക്കണ്ട, അത് വേഗം പെരടിയിൽ നിന്ന് ഒഴിവാക്കും. നിങ്ങളുടെ പെരടിയിൽ അതിന്റെ പാപഭാരം വേണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നന്മ മുടക്കികളും പാപം പേറുകളും ആവാതെ പരമാവധി എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു മയ്യത്തിന് വേണ്ടി കാത്തുനിന്നു എന്നുള്ള, പക്ഷെ ദിവസങ്ങളോളമൊക്കെ ആക്കി മാറ്റുന്നത് പ്രവാചക കൽപ്പനയ്ക്ക് എതിരാണ്. അതുകൊണ്ട് ശിക്ഷ കിട്ടുമോ പാപം കിട്ടുമോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വ്യക്തിയല്ല, പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ കൽപ്പനകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് തുല്യം തന്നെയാണ്. അതുകൊണ്ട് ആ വിലക്കുകൾ, കൽപ്പനകൾ എന്നിവ പാലിക്കുന്ന ഒരാൾ സമീഅന വഅതഅന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു പരമാവധി ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവനവന്റെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവ ദുനിയാവിൽ മറച്ചു വെച്ചതുപോലെ നാളെ ആഖിറത്തിലും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവനവനെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ആ തെറ്റുകുറ്റങ്ങൾ മഹിക്കാനും മറയ്ക്കാനും പറ്റുന്ന നന്മകളും അമലുസ്വാലിഹാത്തുകളും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار
اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.